നാടകം അന്നത്തെ പോലെ ഇന്നും വലയുപേക്ഷിച്ച് വള്ളം ഉപേക്ഷിച്ച് വീട്ടുകാരെയും നാട്ടുകാരെയും ഉപേക്ഷിച്ച് ശിഷ്യന്മാർ അന്ന് കർത്താവിനെ പിൻപറ്റിയതുപോലെ ഇന്ന് ഇപ്പോഴത്തെ ചുറ്റുപാടിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നൽകാമെന്ന് വാക്ക് പറഞ്ഞ ക്രിസ്തുവിനെ പിൻപറ്റാൻ എളുപ്പമാണോ എന്നുള്ള ചോദ്യത്തിന് കർത്താവ് തന്നെ നമുക്ക് ഒരു ഉപമയിൽ കൂടെ മറുപടി നൽകുന്നു. വരൂ, നമുക്ക് കർത്താവിന്റെ അടുക്കലേക്ക് പോകാം. ഇതിലെ കഥാപാത്രങ്ങൾ തികച്ചും സാങ്കല്പികമാണ്. കഥയും തിരക്കഥയും പൂർണ്ണമായും ക്രിയാത്മകവും ഭാവനാത്മകവുമാണ്. നല്ല അംശം മാത്രം തിരഞ്ഞെടുക്കുക. ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനാണ് കൂട്ടത്തിൽ ഇളയത്. എനിക്ക് യേശുവിൻ്റെ റൈറ്റ് സൈഡിലിരിക്കണം. ഇടിമക്കളെ, നിങ്ങൾ ഇങ്ങനെ ഇടി ഉണ്ടാക്കരുത്, വള്ളം മറയും. ടാക്സ് മത്തായിച്ച, ആ വെതർ ചാനൽ ഒന്ന് നോക്കിക്കേ. അടുത്ത 24 hours സ്റ്റോക്ക് മാർക്കറ്റ് വീഴുന്നത് പോലെ ടെമ്പറേച്ചറും ഡൗൺ ആകാൻ സാധ്യതയുണ്ട്. നല്ല സുനാമി അടിക്കാനും അടിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. യൂദാച്ച, എന്തോ പറ്റി ഒരു മൂഡ് ഔട്ട്? പെട്ടെന്ന് തുഴയണേ, കാറ്റടിക്കുന്നതിന് മുമ്പേ കരയ്ക്കെത്തണം. ഓ, എന്തോ പണിയാ യേശു കർത്താവ് ചെയ്തത്. സ്വന്തം നാട്ടുകാരുടെ മുമ്പിൽ ഒരു മിറക്കിള് പോലും ചെയ്തില്ല. അവർ നല്ല കാശ് ടീംസ് ആയിരുന്നു. അവിടുത്തെ ക്രൂസൈഡ് വിജയിച്ചിരുന്നെങ്കിൽ ഒരു ക്രൂസ് ഷിപ്പ് മേടിക്കാനുള്ള കളക്ഷൻ നമുക്ക് കിട്ടിപ്പോയേനെ. ഓ യൂദേ, നിനക്ക് ഈ കാശേന്നുള്ള ചിന്തയെ ഉള്ളോ? നസ്രേത്തുകാർ വെറും അഹങ്കാരികളാണ്. ഒരു വിശ്വാസവും ഇല്ലാത്തമാർ യേശുവിനെ താഴ്ത്തി കെട്ടി സംസാരിച്ചത് കേട്ടില്ല. കാർപ്പൻ്ററിൻ്റെ മോനല്ലേ ജീസസ്? ഇവൻ്റെ അമ്മയും കുടുംബക്കാരെയും എല്ലാം അറിയത്തില്ലേ? ഇവനാരാ നമ്മളെ ഉപദേശിക്കാൻ? ഇതെല്ലാം അല്ലേ അവന്മാർ യേശുവിനെ കുറിച്ച് പറഞ്ഞത്? സഹോദരന്മാരെ, നല്ല കാറ്റടിക്കുന്നു. മത്തായിച്ച, പെട്ടെന്ന് ആ നങ്കൂരം ഒന്ന് എടുത്തിട്ടേ. നമ്മുടെ കാര്യം പോക്കാന്നാ തോന്നുന്നേ. കർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുഴപ്പവും വരത്തില്ലായിരുന്നു. എൻ്റെ അമ്മായിയമ്മയ്ക്കാണെങ്കിൽ പനി പിടിച്ച് കിടക്കുക. അവസാനമായിട്ട് പോയി ഒന്ന് കാണാൻ പറ്റുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. അങ്ങോട്ട് നോക്കിക്കേ, വെള്ളത്തിന്റെ മുകളിലുള്ള ഒരു രൂപം. എല്ലാവർക്കും ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ നാമത്തിൽ ശാസിക്കാം. നമ്മളുടെ പ്രാർത്ഥന ഫലിക്കുന്നില്ല. ഇത് കൂടിയ ഭൂതം ആണെന്ന് തോന്നുന്നു. ദാ നമ്മുടെ അടുത്തേക്ക് വരുന്നു. അയ്യോ, കൊല്ലല്ലേ പ്ലീസ്. ശിഷ്യന്മാരെ, ഭയപ്പെടണ്ട, ഇത് ഞാനാണ് നിങ്ങളുടെ യേശു. ഇടിമക്കളെ, മസിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നെ കണ്ട് പേടിച്ചൊളിച്ചല്ലോ. കർത്താവേ, എനിക്കും കൂടെ വെള്ളത്തിൽ നടക്കണം പ്ലീസ്. പത്രോസേ, പേടിയില്ലെങ്കിൽ കടന്നു വരൂ. വൗ, സോ കൂൾ. ആദ്യമായിട്ട് വെള്ളത്തിൻ്റെ മുകളിൽ നടക്കാൻ കഴിഞ്ഞത് സ്തോത്രം. മീൻ കടിക്കുന്നു, ടിക്കിളെടുക്കുന്നു. അയ്യോ, ഒരു ഷാർക്ക് വരുന്നു. കർത്താവേ, ഞാനിപ്പോ മുങ്ങുമേ, രക്ഷിക്കണേ. പേടിത്തൊണ്ട അല്പവിശ്വാസിയെ, നിനക്കെങ്ങനെ എന്നിൽ വിശ്വാസമില്ലാതെ പോകും? ഞാൻ നിന്നെ കൈവിടുമോ? അല്ലേലും പീറ്ററെ, നിനക്കിച്ചിരി എടുത്തുചാട്ടം കൂടുതലാ. സഹോദരന്മാരെ, വിഷമിക്കണ്ട. ഹേ കാറ്റേ, ശാന്തമാകൂ. കടലേ, നീ അവിടെ അടങ്ങൂ.
പീറ്ററെ, എന്താ ഒരു വിഷമം? ഒരു സന്തോഷമില്ലല്ലോ നിന്റെ മുഖത്ത്. നിന്നെ കാണാതെ ഞാൻ വളരെ വിഷമിച്ചു. അതുപോലെ ഇന്നലെ വീട്ടിൽ നിന്നൊരു കത്തും വന്നു. മദർ ഇൻ ലോയ്ക്ക് വളരെ സുഖമില്ല. ഭാര്യ ആകെ വരീഡാണ്. ഞാൻ വീട്ടിൽ ഇല്ലാത്തതുകൊണ്ട് മീൻ കച്ചവടം ഒന്നും നടക്കുന്നില്ല. കാശിനൊക്കെ വളരെ ടൈറ്റാണ്. എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ അങ്ങയുടെ കൂടെ വരുന്നത്. പത്രോസേ, പലതിനെ ചൊല്ലി വ്യാകുലപ്പെടേണ്ട. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. അതോടുകൂടെ ഇതൊക്കെയും ഞാൻ നൽകിത്തരുമെന്ന് പറഞ്ഞിട്ടില്ലേ? ഞാനൊരു ഉപമ പറയാം. ഒരിക്കൽ ദൈവത്തെയും ദൈവിക കാര്യങ്ങൾക്കും മുൻതൂക്കം കൊടുക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ കാനഡയിൽ ജീവിച്ചിരുന്നു. വരൂ, നിങ്ങൾ എൻ്റെ ഒപ്പം ആ വീട്ടിലേക്ക്. അതിനു മുമ്പ് ഒരു ഷോർട്ട് ബ്രേക്ക്. മമ്മി മമ്മി എനിക്ക് വയറുവേദന എടുക്കുന്നു. അതെ, ഫ്രൈസ് എല്ലാം വെട്ടി വിഴുങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞതാ നിനക്ക് അസുഖം പിടിക്കുമെന്ന്. എനിക്ക് തണുക്കുന്നു, പനിക്കുന്നു, വിറയ്ക്കുന്നു. മോനെ, നിന്റെ പുതപ്പ് ഞാൻ അലക്കാനിട്ടു. നിന്റെ ബ്രദർ ഏലിശയുടെ പുതപ്പ് എടുത്തങ്ങോട്ട് പുതയ്ക്ക്. ഞാൻ ഇപ്പൊ ടൈനിലുള്ള എടുത്തോണ്ട് വരും കേട്ടോ. അതെങ്ങനാ? ഒരപ്പനുണ്ട്, രാവിലെ മുതൽ വെളിയില. വീട്ടിലിരിക്കാനേ നേരമില്ല. കല്യാണം, ഹൗസ് വാമിംഗ്, കുടുംബ കോടതി, കമ്മിറ്റി മീറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിഷൻ, ഡിസ്ചാർജ്, ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് വെളിയിൽ നടക്കും. ഈ പോക്ക് പോയാൽ ഈ വർഷത്തെ പാസ്റ്റേഴ്സ് അവാർഡ് മേടിക്കുന്ന ലക്ഷണമുണ്ട്. ഒരു കൊച്ചു വയ്യാതെ കിടക്കുന്നു. അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ പ്രാർത്ഥിക്കാനോ ഒന്നിനും നേരമില്ല. ആവശ്യത്തിനൊരു ഫോൺ ചെയ്താൽ എപ്പോഴും കേൾക്കാം, നിങ്ങളുടെ ഭർത്താവ് പരിധിക്ക് പുറത്താണ്, വീണ്ടും വിളിക്കുക. ഇദ്ദേഹത്തിന്റെ പോക്ക് പോയാൽ അല്പം പരിധിക്ക് പുറത്താകുന്നുണ്ട്. ഓ, തോമസ് ചേട്ടനാ. ഞാൻ എടുക്കുന്നില്ല. അടുത്ത എന്തോ പരിപാടി ഒപ്പിക്കാനാ. കിടന്നടിക്കട്ടെ. എന്റെ കർത്താവെ, ഈ കോൾ ഡിസ്പ്ലേ കണ്ടുപിടിച്ചവനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആ, ഇത് ആര്? അന്നാമ്മച്ചിയുടെ കോളാണല്ലോ. പതിവില്ലാതെയാണല്ലോ. അമ്മച്ചിക്ക് എന്ത് പറ്റിയോ? ഏതായാലും എടുത്തേക്കാം. ഹലോ അമ്മച്ചി, എന്തുകൊണ്ട് വിശേഷം? മോളെ, നല്ല വിശേഷം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു. എന്ത് പറ്റി അമ്മച്ചി? അമ്മച്ചിയുടെ മോൾക്ക് എന്തെങ്കിലും വിശേഷം? മോൾ അറിഞ്ഞില്ലേ, ഗ്ലാഡിസ് ഡെലിവറായി. ഒരു ആൺകുഞ്ഞ്. ഏത് ഗ്ലാഡിസ്? അമ്മച്ചിക്ക് അങ്ങനെ ഒരു മോളുള്ള കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. ഓ അതെ മോളെ, പിന്നെ ഏഷ്യാനെറ്റിലെ കുടുംബയോഗം എന്ന സീരിയലിലെ ഗ്ലാഡിസ് ആണ്. ആ പാവം കൊച്ച് എന്തുമാത്രം പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുമെന്ന് അറിയാമോ? കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുക, ഇന്ന് ഡെലിവറി ആവും, നാളെ ഡെലിവറി ആവുമെന്ന് ഞാൻ നോക്കി അങ്ങ് മടുത്തു. കർത്താവ് വരുന്നുണ്ടെങ്കിലും ഡെലിവറി ആകണമെന്ന എന്റെ പ്രാർത്ഥന. അത് കർത്താവ് കേട്ടു. ഈ ഗ്ലാഡിസിന്റെ കാര്യമാണോ അമ്മച്ചി സാക്ഷ്യത്തിൽ പറഞ്ഞത്? പാസ്റ്റർ ഒന്നും പ്രാർത്ഥനയായിരുന്നു, ഒന്നും അറിയാതെ. അമ്മച്ചി, ഈ സീരിയൽ കാഴ്ചയൊക്കെ അല്പം കൂടുന്നുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് ആ സെറമൺ ഓൺ ദ മൗണ്ട് കാണാതെ പഠിച്ചാൽ അടുത്ത മെമ്മറി വേഴ്സ് കോമ്പറ്റീഷന് ഫസ്റ്റ് മേടിക്കാം. എന്നാ ശരി, ഞാൻ വെക്കുക. ഓക്കെ അമ്മച്ചി, പ്രാർത്ഥനയിൽ ഓർക്കാം. ബൈ. ആ, അച്ചായ വന്നല്ലോ. എവിടെ ആയിരുന്നു ഇത്ര നേരം? പ്രൈസ് ദി ലോർഡ്. ഞാൻ ആകെ ക്ഷീണിച്ചു. എന്റെ മറിയെ, നീ ഒരു കാപ്പി ഇട്ടെ. രാവിലെ മുതൽ ഓരോരുത്തടുത്ത് പോയിട്ട് ആരും ഒരു കാപ്പി തന്നില്ലേ? എന്റെ മറിയെ, ഇപ്പം ആരും നാട്ടിലെ പോലെ കാപ്പി ഒന്നും ഉണ്ടാക്കത്തില്ല. എവിടെ ചെന്നാലും തെമ്മീസാണടി. എനിക്ക് ആ സാധനം കുടിച്ച ഗ്യാസ് കയറും. പിന്നെ പന്ത് പോലെ പൊങ്ങി പറന്നു നടക്കാം. ആ, ഇങ്ങനെ സഭയും നാട്ടുകാരെ നന്നാക്കി നടന്നോ? ഒരു കൊച്ചു വയറുവേദനയും പനിയും പിടിച്ചു കിടക്കുന്നു. അതിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ പ്രാർത്ഥിക്കാനോ ഒന്നും നേരമില്ല.
വീട്ടിലാണെ ഒരു സാധനവുമില്ല. ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് എത്ര നാളായി. എന്റെ ഭാര്യയെ ഒന്ന് നിർത്ത്. ഇതിനെല്ലാം പ്രതിഫലം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കിട്ടും. ഓ അതെ, എനിക്ക് ഇച്ചിരി കുറച്ച് പ്രതിഫലം മതി. മറ്റുള്ളവർ കൂടെ അല്പം പ്രതിഫലം കിട്ടിക്കോട്ടെ. പിന്നെ നമ്മുടെ അപ്പുറത്തെ പുതിയ താമസക്കാർ എപ്പോഴും ബഹളമാ. ആ ലേഡി രാവിലെയും വൈകിട്ടും ബച്ചാവോ ബച്ചാവോ എന്ന് വലിയ വായിൽ കിടന്ന് വിളിക്കുന്നത് കേൾക്കാം. നമുക്ക് അവിടെ ഒന്ന് പോയി സുവിശേഷം പറയണം. എടി, അത് ബച്ചാവോന്നൊന്നും അല്ല. അവര് പിള്ളേരെ കഴിക്കാൻ വിളിക്കുന്നതാ. ബച്ച ആവോ ബച്ച ആവോന്ന്. എന്തായാലും നമുക്കൊന്ന് പോകാം. അങ്ങനെങ്കിലും ഈ വർഷം സുവിശേഷം പറഞ്ഞ് ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുമെന്ന് നോക്കാം. മോനെ, ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലോട്ടൊന്ന് പോവാ കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡാഡിയുടെ സെല്ലെ വിളിക്ക്. കിട്ടാൻ വഴിയില്ല എങ്കിലും ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. എമർജൻസി എന്തെങ്കിലും ഉണ്ടായാൽ നമ്മുടെ സെക്രട്ടറി അച്ഛനെ വിളിക്ക്, അവര് ഫോൺ എടുക്കും. അപ്പൊ ഞങ്ങൾ ഇറങ്ങുക കേട്ടോ. ഞങ്ങൾ അപ്പുറത്തെ പഞ്ചാബി ഹൗസിലുണ്ടേ. ഓക്കെ മോനെ, കഥ കടച്ച് അപ്പത്തിരുന്നോ കേട്ടോ. എടി ഭാര്യയെ, എനിക്ക് ഹിന്ദി ഒന്നും അത്രയും അറിയത്തില്ല. നീ പണ്ട് ബോംബെയിലൊക്കെ ആയിരുന്നല്ലോ, നീ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ओए पुत्र, तूने क्या किया? Hey dad, this is olden style. Listen to the new style. Open Mallu style. Mallu style. രാവിലെ ചന്തയിൽ പോയി മീനുണ്ടോന്ന് നോക്കി. പക്ഷെ മീനും ഇല്ല, ഇറച്ചിയില്ല, പച്ചക്കറി മാത്രം. ചന്തയിൽ മൊത്തം മീനും തേടി തേരാ പാര നടന്നു. പക്ഷെ മണക്കാൻ പോലും എവിടെയുമില്ല. ഒരു വലിയ ചൂര മീൻ. അവൻ ചോദിച്ചു what do you mean? അല്ലേലൊരു ചാള മീൻ, അറ്റ്ലീസ്റ്റ് ഒരു കിളിമീൻ എങ്കിലും വേണം, ഇല്ലേ പരിപാടി. ഇന്നത്തെ ദിവസം മൊത്തം പോക്ക ഒരു ചിഞ്ഞ മീൻ. ഓ ചിക്കൻ മീൻ. കാര്യം പോക്ക, തൊട്ടടി പോക്ക, ദിവസം പോ. അയ്യോ ഇല്ല, ഇറച്ചിയില്ല, പോ. Open Mallu style. ये कौन है? शस्त्रकाल पाजी. हाँ सरकार जी, सरकार जी. अरे भाई, कैसे हो? ഓ ബായ് അവൻ നാട്ടില, നല്ല ഉയർന്ന പൊസിഷനില, എപ്പോഴും അറ്റ്മോസ്ഫിയറില. ഹീസ് ലൈൻമാൻ. അവൻ ഓൾവേസ് ഓൺ പോസ്റ്റ്. नहीं, आप कैसे हो? അയ്യോ, ഞങ്ങൾ അത്രക്കാരൊന്നുമല്ല. ഞങ്ങൾ ആപ്പൊന്നും വെക്കാറില്ല. വി ആർ ഗുഡ് നെയ്ബേഴ്സ്, ഗുഡ് സെമറിറ്റൻസ്. അച്ചായ, എനിക്ക് പേടി വരുന്നു. വന്ന കാര്യം പറഞ്ഞിട്ട് നമുക്ക് പോകാം പെട്ടെന്നാട്ട്. हम जीसस के बारे में बात करने के लिए आया हूँ. हम कौन? परमेश्वर? नहीं, परमशिवन अल्ला. जीसस, ईशु. जीसस सबको लव किया. अचाया, प्यार किया. हो, जीसस सबको इश्क किया. शुक्रिया जीसस. नहीं, नो सक्रिया जीसस, वरुण जीसस, जीसस ऑफ नसरत. जीसस ने कहा, प्यार किया तो डरना क्या, तो सबको प्यार करो. അച്ചായോ, ഇപ്പൊ പറഞ്ഞത് ബൈബിളിൽ ഇല്ലല്ലോ. നീ മിണ്ടാതിരിക്കെ. യേശുവിന്റെ സ്നേഹം ഭയം ഇല്ലാതെ ആക്കും എന്നാ ഞാൻ പറഞ്ഞു. ജീസസ് 2 കള്ളന്മാരുടെ നടുവിൽ മരിച്ചു. 2 കള്ളന്മാരുടെ ബീച്ച് മേ. എടി, കള്ളന്റെ ഹിന്ദി എന്തുവാ? അച്ചായ, ഉച്ചയ്ക്ക് കഴിച്ച സാധനം. എന്താ, പഴങ്കഞ്ഞിയോ? അതെ, ഇന്നലെ ഉണ്ടാക്കിയപ്പോ നല്ല ചൂടുള്ള ചോറായിരുന്നു. ചോറ്.
चोर चोर, दो चोर के बीच में मार डाला. जीसस को किसने मार डाला? अच्छे आदमी को किसने मार डाला? एडी इच्छिर वेल्लम पोई कुडिकडी. यीशु दो चोरों के बीच में मर गया. मेरे लिए, मेरे बीवी के लिए, आपके लिए मर गया. Third day he rose again. Jesus is the only way to heaven. आप यीशु को स्वीकार करो. You will be saved. Are you a Bhabi? पादरी साहब. മറിയാമേ പഞ്ചാബി വാളെടുത്തു ഓടാൻ റെഡി ആയിക്കോ. We are sorry. We didn't do anything. We will go. साहब, I am surrendering my life to Jesus. यीशु मेरे जीवन में सब कुछ है. आप मेरे लिए प्रार्थना कीजिए. I'm giving you my heart and all that is within. I lay it all down for the sake of you, my King. I'm giving you my dream. I'm laying down my rights. I'm giving up my pride for the promise of new life. And I surrender all to you, all to you. ഇപ്പോൾ നിങ്ങൾ ഒരു ദൈവ പൈതലായി. അച്ചായ ഹിന്ദി പറ. अभी आप जीसस का बेबी बन गया. ओ, ईश्वर का बच्चा बन गया. So what do I do from now on? क्या मैं शराब पी सकते हो? നോ, വെള്ളമടിക്കാൻ പറ്റത്തില്ല. सिगरेट पी सकते हो? നോ നോ നോ, ബീഡി വലിക്കാൻ പറ്റത്തില്ല. क्या मैं सिनेमा देख सकते हो? No cinema, no ugly stuff, nothing you can see. फिर मैं क्या कर सकता हूं? അത് ശരിയാണല്ലോ. ഇതൊന്നും പറ്റത്തില്ലെങ്കിൽ എടി മറിയാമേ, എന്തുവാ നമ്മളെ കൊണ്ട് പറ്റുന്നേ? അച്ചായ പ്രാർത്ഥനയും പാട്ടും കൂട്ടായ്മയും അപ്പം നുറുക്കലും ഒക്കെ പറ്റുമല്ലോ നമ്മളോട്. അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. സാബ്, തലയ്ക്ക് പിടിക്കാത്തതെല്ലാം കുടിക്കാം, പുക വരാത്ത എല്ലാം വലിക്കാം. ലൈക്ക് വിക്സ്, BBC, പവർ വിഷൻ, ഏഷ്യാനെറ്റ്, CNN എല്ലാം കാണാം. ഇന്റർനെറ്റ്, ഫേസ്ബുക്ക് 1 മണിക്കൂർ കയറാം. ബാക്കി സമയം മാരനാഥ വെബ്സൈറ്റിൽ പോയാൽ നല്ല പാട്ടും ബൈബിൾ സ്റ്റഡിയും ഒക്കെ കേൾക്കാം. ओके पादरी साहब, बहुत शुक्रिया. ശുക്രിയ. അപ്പം ഞങ്ങൾ ഇറങ്ങട്ടെ. ഇതാ എൻ്റെ കാർഡ്. അടുത്ത ഞായറാഴ്ച ഒരുങ്ങി നിൽക്കണം. 10 മണിക്ക് ബൈബിൾ സ്റ്റഡി തുടങ്ങും. 9:30 തയ്യാർ കറോ. അച്ചായോ ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഈ പഞ്ചാബിയെ നമ്മുടെ ചർച്ചിൽ എങ്ങനെ കൊണ്ടുപോകുന്നേ? കമ്മിറ്റിയോട് ചോദിച്ചോ? നമ്മുടെ ചർച്ച് മലയാളം ബേസ്ഡ് ചർച്ചല്ലേ? അത് ശരിയാണല്ലോ മറിയാമേ. പുതിയ വിശ്വാസിയെ കിട്ടിയ സന്തോഷത്തിന് ഞാൻ അതങ്ങ് മറന്നുപോയി. ഞാൻ ആ ഹിന്ദി ചർച്ചിന്റെ അഡ്രസ് കൊടുക്കാം. സാബ്, ആ കാർഡിങ് തന്നെ. ഇത് വെച്ചോ. ए पास्टर वेरी अच्छा पास्टर है, वो मेरा क्लोज दुश्मन है. അച്ചായ ദുഷ്മനല്ല, ദോസ്ത് ദോസ്ത്. ओ सॉरी, वो मेरा क्लोज दोस्त है. वो രാഷ്ട്രഭാഷ में പ്രസംഗം കരേഗ. ഞങ്ങൾ പോകുന്ന വഴിക്ക് അവിടെ ഇറക്കി വിടാം. ജീസസ് ഉദർ ബി ഹേ. ഡാഡി, മമ്മി, ഐ ആം ഹീൽഡ്. കണ്ടോ മറിയേ, ഞാൻ പറഞ്ഞില്ലേ, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കുകയും അതോടെ കൂടെ ഇതൊക്കെ ലഭിക്കും. ഇപ്പം മോൻ സൗഖ്യവുമായി ഒരാൾ രക്ഷിക്കപ്പെടുകയും ചെയ്തു. ഡാഡി, give the CD as a New Year gift to uncle. ഓ, പിന്നെ ഞങ്ങൾ വന്നപ്പോൾ കേട്ട പാട്ടൊക്കെ മാറ്റിയിട്ട് ഇത്രയും ക്രിസ്ത്യൻ സീഡികൾ കേൾക്കാൻ തുടങ്ങണം.
प्यारा, इस जग में वो सबसे न्यारा, मेरा यीशु सबसे प्यारा, इस जग में वो सबसे न्यारा। हे 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 हे, आजा उसे तू चख ले, चख के देख ले, आजा उसे तू चख ले, चख ले, चख के देख ले। मेरा यीशु सबसे प्यारा, इस जग में वो सबसे न्यारा, मेरा यीशु सबसे प्यारा, इस जग में वो सबसे